ഞാനൊരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഒരു 5 മാങ്ങ കഴുകി തുടച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആറിയ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ച് വെക്കണം. മാങ്ങ മുറിച്ചു. ഇനി 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ആറിയ സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പോൾ 1-2 അബദ്ധങ്ങൾ ചെയ്യുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഈ അച്ചാറാക്കാൻ പാടില്ല. പിന്നെ അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി പാത്രമൊന്നും ഉപയോഗിച്ച് മാങ്ങ മുറിച്ചിട്ട് അച്ചാറാക്കുകയൊന്നും ചെയ്യും. സ്റ്റീലിൻ്റെ പാത്രത്തിലായ കുറേ ദിവസം സൂക്ഷിച്ചാലേ പ്രശ്നമുള്ളൂ. പെട്ടെന്നൊന്നും ഒന്നും പ്രശ്നമില്ല. ഇനി ഇതിന് വേണ്ട ചേരുവകളെല്ലാം റെഡിയാക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ചീനച്ചട്ടിയിൽ ഒരു 1.25 ടീസ്പൂൺ കഷ്ടിച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊടിച്ചിട്ടതൊന്നും ഇഷ്ടവർക്കില്ല. ഉലുവ പൊട്ടിത്തുടങ്ങി കടുക് ഇട്ട് കൊടുക്കാം. കടുകിന് 1 ടേബിൾ സ്പൂണിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിന്. അതൊന്ന് ചൂടായാൽ മതി. കടുക് ചൂടായി മതി. സ്റ്റവ് ഓഫ്. ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ച് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ഒരു ഉണക്കമുളക്, 3 പച്ചമുളക്, ഒരു 10-12 അരി ചെറിയ അരി വെളുത്തുള്ളി എല്ലാം ഒന്നിച്ച ഉള്ള മാങ്ങ. ഇതെല്ലാം റെഡിയാക്കുമ്പോഴേക്കും ഉപ്പൊക്കെ പിടിച്ച് വെള്ളം അടിയിൽ കുറേശ്ശെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പാത്രം അടുപ്പത്ത് വെച്ച് എള്ളെണ്ണ ഒഴിച്ച് കൊടുത്തു. ഞാൻ വെളിച്ചെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. ഇപ്പം എള്ളെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. എണ്ണ ചൂടായി കടുക് ഇട്ട് കൊടുത്തു. കടുക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടില്ല. കടുക് നല്ലോണം ചതച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇഞ്ചി, സ്റ്റവ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഞാനൊരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയും പിന്നെ കടുക്, ചതക്കിയ കടുക് ഇപ്പം ചേർത്ത് കൊടുത്തു. മുളകിൻ്റെ ഒന്നിച്ച് ചേർത്ത് കൊടുത്തില്ല. ഇളക്കി കൊടുത്തു. സ്റ്റൗ കത്തിച്ചു. മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നന്നായിട്ട് വെള്ളം ഉണ്ടായിട്ടാണ്. സാധാരണ മുളക് പൊടിയാണ്, നമ്മുടെ നാടൻ മുളക് പൊടിയാണ്.
ഭയങ്കര കളറൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ചുകൂടി ഈ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം അധികം ഒഴിച്ച് കൊടുത്തിട്ടില്ല. കുറേ സമയം എണ്ണ ചൂടാകേണ്ടതെന്ന് വെച്ചാൽ നല്ലെണ്ണയെല്ലാം പച്ച കുടിക്കുന്നതാണ് ശരീരത്തിന് നല്ലത്. അതുകൊണ്ടാണ് അധികം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടില്ല. നന്നായി മിക്സ് ചെയ്ത് ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ മറന്നു ഒരു ചെറിയ കഷ്ണം വെല്ലം ഇത് വെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കായപ്പൊടി ഇവിടെ തണുമൽ തന്നെ ഇവിടെ വെച്ചിനായിരുന്നു, ഇടാൻ മറന്നു പോയി കേട്ടോ. അതൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂണ് കായവും ചേർത്ത് കൊടുക്കും. കായം ഒന്നും ഇങ്ങനെ മറന്നുപോയി. നമ്മുടെ വെല്ലം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. അച്ചാറിന് നല്ല എരിവും പുളിയും ഉണ്ട്. പുളിയുള്ളത് കൊണ്ടാണ് ഞാൻ സിർക്കയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയത്. നല്ല അച്ചാറാണ് ഇത്. തണുത്തതിന് ശേഷം ചില്ല് കുപ്പിയിലാക്കി 6 സ്പൂൺ കൊണ്ട് ഉപയോഗിക്കാം. ഇപ്പം തന്നെ ഉപയോഗിക്കുന്നതിനൊന്നുമില്ല, തിളപ്പിച്ചിനല്ലോ. അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും.